ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അമേരിക്കൻ മാർക്കറ്റിലത്തെ ക്രാഷ് ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലും ചെറിയ ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജാപ്പനീസ് മാർക്കറ്റുകൾ ഡൗൺ ആണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ജപ്പാനിൽ Q4 GDP അവർ ഡൗൺവേർഡ് റിവിഷൻ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. അതേസമയം ചൈനീസ് മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. ഹോങ്കോങ്ങും ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. നമ്മൾ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീക്ക് ഓപ്പണിംഗ് തന്നെയാണ്. ഇന്നലെ അമേരിക്കയിൽ ഡൗ ജോൺസ് 890 പോയിൻ്റ് താഴെ വന്നിരുന്നു. അതുപോലെ തന്നെ 155.64 പോയിൻ്റ് താഴെയാണ് S&P ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാസ്ഡാക്ക് 727.9 പോയിൻ്റ് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റസൽ 2054.31 പോയിൻ്റ് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാസ്ഡാക്ക് 4% ഇന്നലെ ക്രാഷ് ചെയ്തിരിക്കുന്നത്. ടെസ്ല 15.43% താഴെ പോയി. എൻവിഡിയ 5.07% താഴെ പോയി. ഒപ്പം അമേരിക്കയിൽ റിസഷൻ ഫിയേഴ്സ് തന്നെയാണ് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള സെൽ ഓഫ് ഉണ്ടാക്കിയിട്ടുള്ളത്. ട്രംപിൻ്റെയും എലോൺ മസ്കിൻ്റെയും പോളിസികളോട് ജനങ്ങൾ വലിയ രീതിയിൽ എതിർപ്പ് കാണിച്ചു തുടങ്ങിയിരിക്കുന്ന റിപ്പോർട്ടുകളും ഉണ്ട്. അതോടൊപ്പം തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലും എലോൺ മസ്കിനോടുള്ള എതിർപ്പ് കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ആഫ്റ്റർ അവേഴ്സിൽ ഒറാക്കലിൻ്റെ Q4 റിസൾട്ട് വന്നിരുന്നു. ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതോടൊപ്പം തന്നെ ഗൈഡൻസും ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഒറാക്കിൾ അറൗണ്ട് 6-7% താഴെയാണ് അമേരിക്കയിൽ ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ത്യയിലുള്ള ഒറാക്കിളിൻ്റെ സബ്സിഡിയറി OFSലും കാണാനുള്ള സാധ്യതകളുണ്ട്. സിറ്റി ഗ്രൂപ്പൊക്കെ അമേരിക്കൻ സ്റ്റോക്കുകൾ വിട്ട് ചൈനീസ് സ്റ്റോക്കുകൾ ബൈ ചെയ്യുക എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് വീണ്ടും ഒരു നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കമോഡിറ്റികൾ ഗോൾഡും ഇന്നലെ $2,887 പെർ ഔൺസ് വരെയൊക്കെ താഴെ വന്നിരുന്നു. ഒന്ന് മോർണിംഗിൽ $2,896 പെർ ഔൺസിലാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് അലുമിനിയം, കോപ്പറൊക്കെ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ താഴെയാണ്. $69.2 പെർ ബാരലിനാണ് ബ്രന്റ് ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്നത്. നാച്ചുറൽ ഗ്യാസ് ബെറ്റർ ആയിട്ടാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് മാത്രമാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇന്നലെ ട്രേഡിങ്ങിന് ശേഷം എക്സ്ചേഞ്ചുകളിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 2.35% നെറ്റ് വർത്ത് മേളിൽ ഹിറ്റ് ചെയ്യുന്ന ഡെറിവേറ്റീവ് ലോസസ് ഉണ്ടെന്നുള്ള ഒരു കാര്യം ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇൻഡസ്ഇൻഡ് ബാങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സെൽ ഓഫ് കാണാനുള്ള സാധ്യതകളുണ്ട്. 1,530 കോടി രൂപയുടെ ഹിറ്റാണ് കഴിഞ്ഞ 5 വർഷം മുതൽ 7 വർഷം വരെയുള്ള ഡെറിവേറ്റീവ് ട്രേഡിൽ വന്നിരിക്കുന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ സീരിയസ് തന്നെയാണ്. ബാങ്കുകളുടെ ഡെറിവേറ്റീവ് ബുക്കുകൾ, ട്രഷറി ബുക്കിലൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ബാലൻസ് ഷീറ്റിനെ എങ്ങനെയാണ് നമുക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക? അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ന് ഇൻഡസ്ഇൻഡ് ബാങ്കിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ പോളിസി ബസാറിൻ്റെ PB ഫിൻടെക്കിൻ്റെ അക്കൗണ്ട്സിലും പലതരത്തിൽ ഡിസ്ക്രിപ്പൻസി ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഇത്തരത്തിലുള്ള ന്യൂസുകൾ അതാത് സ്റ്റോക്കുകൾക്കും അതുപോലെ തന്നെ അതാത് സെക്ടറുകളിലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ നെഗറ്റീവ് ന്യൂസാണ്. JP അസോസിയേറ്റ്സിൻ്റെ സെൽ ഓഫ് IBC പ്രകാരം സെൽ ഓഫ് നടത്തണമെങ്കിൽ എൻ്റയർ എൻറ്റിറ്റി ആയിട്ട് മാത്രമാണ് സെൽ ഓഫ് നടത്താൻ പറ്റൂ എന്നുള്ളൊരു കാര്യം IBC കോർട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. നല്ലൊരു ഡിസിഷനാണിത്. കാരണം ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് പല സെഗ്മെൻറ്റിലുള്ളൊരു കമ്പനിയാണ് JP അസോസിയേറ്റ്സ്. അപ്പോൾ ഈ ന്യൂസ് ഒരു പക്ഷേ JP അസോസിയേറ്റ്സിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ ചെറിയ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയേക്കാം. പക്ഷേ ഇതൊരു റിസ്കി സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ന്യൂസിനനുസരിച്ച് ആക്ട് ചെയ്യുന്നൊന്നുമില്ല. ഇതിൻ്റെ ഫൈനൽ ഔട്ട്കം ആരാണ് ഈ കമ്പനി ടേക്ക് ഓവർ ചെയ്യുന്നത്, എന്താണ് ഡിസിഷൻ, അതിനനുസരിച്ച് മാത്രമാണ് നമുക്ക് ഈ JP അസോസിയേറ്റ്സിൻ്റെ ഈ സ്റ്റോക്ക് പ്രൈസിനെ കുറിച്ച് പറയാനായിട്ട് സാധിക്കുള്ളൂ. SJVN 1800 മെഗാവാട്ട് പമ്പ്ഡ് സ്റ്റോറേജ് പ്രൊജക്റ്റിനുള്ള ഡീല് സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൺ ഫാർമ നാസ്ഡാക്ക് ലിസ്റ്റഡ് ചെക്ക് പോയിൻ്റ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ക്യാൻസർ റിലേറ്റഡ് കമ്പനീനെ അക്വയർ ചെയ്തിട്ടുണ്ട്. സിൻജിൻ ഇൻ്റർനാഷണൽ ഫസ്റ്റ് ബയോളജിക്കൽ സൈറ്റ് അമേരിക്കയിൽ അക്വയർ ചെയ്തിട്ടുണ്ട്. അതും പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം സ്നൈഡൽ ഇലക്ട്രിക് പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. ഭാരത് ഇലക്ട്രോണിക്സിന് 843 കോടി രൂപ
ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹിറ്റാച്ചി എനർജിയുടെ QIP 12,112.5 രൂപ പെർ ഷെയറിന് QIP ഫിക്സ് ചെയ്തിട്ടുണ്ട്. QIPയിൽ കൂടെ ഫണ്ട് കളക്ട് ചെയ്യാനാണ് ഹിറ്റാച്ചി എനർജി ആലോചിക്കുന്നത്. അശോക ബിൽഡ്കോൺ 311.92 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ജെൻസോളിൻ്റെ പ്രൊമോട്ടേഴ്സ് 28.99 കോടി കമ്പനിയിലേക്ക് ഇൻഫ്യൂസ് ചെയ്യാണ്. വാറണ്ട് കൺവെർട്ട് ചെയ്യാണ്. 871 രൂപ പെർ ഷെയറിനാണ്. വലിയ രീതിയിൽ ക്രാഷ് നേരിട്ടിട്ടുള്ളൊരു കമ്പനിയാണ് ജെൻസോള്. ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ് ഗൈഡൻസ് അടുത്ത വർഷത്തേക്കുള്ള ഗൈഡൻസ് വീണ്ടും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സോഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പക്ഷേ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഒന്നും തന്നെ മാർക്കറ്റിലുണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. മാർക്കറ്റ് നല്ല വൊളാറ്റിലിറ്റി വീണ്ടും കാണിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഗ്ലോബൽ ഇഷ്യൂസ് തന്നെയാണ്. പക്ഷേ ഇന്ത്യ സ്റ്റോക്കുകൾ, ചൈനീസ് സ്റ്റോക്കുകൾ എനിക്ക് തോന്നുന്നു മുന്നോട്ട് പോകുമ്പോൾ വലിയ രീതിയിലുള്ള ക്രാഷ് നേരിടാനുള്ള സാധ്യതകൾ കുറവാണ്. ഇന്ത്യയുടെ വാല്യുവേഷൻ നമ്മൾ 10 ഇയർ ആവറേജിനേക്കാളും അറൗണ്ട് 7-8% താഴെയാണ് ഇപ്പോൾ പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ. അതോടൊപ്പം തന്നെ ചൈനീസ് മാർക്കറ്റുകളിൽ ചൈനീസ് AI രംഗത്ത് വലിയ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ സുപ്രീമസി പോയിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ തീർച്ചയായിട്ടും ചൈനീസ് മാർക്കറ്റിലേക്കും ധാരാളം ഫണ്ട് ഇൻഫ്ലോ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഏഷ്യൻ മാർക്കറ്റുകൾ കമ്പാരിറ്റീവ്ലി സേഫാണ്. അമേരിക്കയിൽ വീണ്ടും ക്രാഷൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. S&P 500 ഒരുപക്ഷെ 5200 വരെ താന്നേക്കാമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൊളാറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. മാർക്കറ്റ് ക്രാഷിൽ 3-4 ഘട്ടമായിട്ട് ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുമ്പോൾ 3 to 5 ഇയർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രം സ്റ്റോക്കുകൾ വാങ്ങിയാൽ മതി. ഷോർട്ട് ടേമിലുള്ള ഗെയിനൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് ബുക്ക് ചെയ്യുന്ന ഒരു ഡിസിഷനിലേക്ക് പോകുന്നതായിരിക്കും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നല്ലത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. വലിയ വൊളാറ്റിലിറ്റി വീണ്ടും നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ അമേരിക്കൻ മാർക്കറ്റിൽ കാണുന്ന തരത്തിലുള്ള വൊളാറ്റിലിറ്റി ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ ഇൻഡസ്ഇൻഡ് ബാങ്ക് പോലുള്ള ഇഷ്യൂസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതാത് സ്റ്റോക്കുകളിൽ അതിൻ്റേതായ സെല്ലിംഗ് പ്രഷറൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.